നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്കിറങ്ങി. ബസ്സിലുണ്ടായിരുന്ന 30ഓളം യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം പുലർച്ചെ 2:45 ബ്രേക്ക് നഷ്ടപ്പെട്ടത് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടാൻ ശക്തമായ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുന്നു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തി. മാറ്റങ്ങളുടെ കാലത്തും മാറ്റമില്ലാതെ ഓണത്തിന്റെ ആഘോഷ നിറവ്. നാടെങ്ങും ഓണാവേശം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും ഒരുക്കങ്ങളുടെ തിരക്കിൽ. ഓണവിപണി സജീവം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്കിറങ്ങി. ബസ്സിൽ 30ഓളം യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. പുലർച്ചെ 2:45 സംസ്ഥാനപാതയിൽ ഫ്ലൈവീൽ വളവിലായിരുന്നു അപകടം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാടത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ബസ്സിൽ 30ഓളം യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ബസ്സിലെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് നിയന്ത്രണം വിടാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാറ്റങ്ങളുടെ കാലത്തും മാറ്റമില്ലാതെ ഓണത്തിന്റെ ആഘോഷ നിറവ്. മാറിയ കാലത്തും മലയാളിയുടെ ഓണാഘോഷത്തിന്റെ അതിര് ആകാശം മാത്രമാണ്. തിരുവോണത്തിലേക്കുള്ള അകലം ചുരുങ്ങുമ്പോൾ നഗരഗ്രാമങ്ങൾ ആഘോഷത്തിന്റെ തിരക്കിൽ അമർന്നു കഴിഞ്ഞു. പഴയ തലമുറ ഓണം ഓർത്തെടുക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓണം വൈബ് ആസ്വദിക്കുകയാണ് പുതുതലമുറ. പൂവിളികളും പഴയ ഓണക്കളികളുമെല്ലാം ഒരു പരിധിവരെ വഴിമാറിക്കഴിഞ്ഞു. കൂറ്റൻ പൂക്കളങ്ങളും ആകർഷകമായ ഡ്രസ് കോഡും വിനോദയാത്രയുമെല്ലാം ചേർന്നതാണ് ന്യൂജൻ ഓണം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണസമൃദ്ധി കാർഷിക ചന്തയ്ക്ക് തുടക്കമായി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ഉത്രാട ദിനത്തിലാണ് കാർഷിക ചന്ത സമാപിക്കുക. എല്ലാ വർഷവും നടത്താറുണ്ട്. പരമാവധി നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് പച്ചക്കറികളെല്ലാം ശേഖരിച്ചുകൊണ്ട് നല്ല പച്ചക്കറി വീടുകളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. നിലവിൽ 10% കുറവ് നമ്മുടെ ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് കൃഷിഭവന്റെ നടത്തുന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC സുമ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് ഭരണസമിതി അംഗങ്ങളും കർഷകരും പങ്കെടുത്തു. കൃഷി ഓഫീസർ അനില പീച്ചർ സ്വാഗതവും അസിസ്റ്റന്റ് ഷീബ നന്ദിയും പറഞ്ഞു. ഓണവിപണിയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച നാടൻ പഴം പച്ചക്കറികളാണ് കർഷക ചന്തയിൽ വിൽപ്പന നടത്തിയത്. പൊതുവിപണിയേക്കാൾ 30% വിലക്കുറവിൽ പച്ചക്കറികൾ ഇവിടെ ലഭ്യമാണ്. സെപ്റ്റംബർ 11, 12, 13, 14 തീയതികളിലാണ് ഓണച്ചന്ത നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. തന്നെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളാണ് ഇവിടെ എത്തിക്കുന്നത്. നമ്മളെല്ലാവരും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതായത് വിജയിക്കുന്നതിന് എല്ലാവരുടെയും നല്ല രീതിയിൽ സഹകരണം നമുക്കുണ്ടാകും. അതായത് കുടുംബശ്രീ കൊണ്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ കുടുംബശ്രീയിലെ ആളുകൾ കൂടുതൽ ആളുകൾ ഇത് വന്ന് വാങ്ങി ഇത് മുഴുവൻ ചെലവാകുന്ന രീതിയിലേക്ക് ഇടപെടലുകളെല്ലാം. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ M. ഉണ്ണികൃഷ്ണൻ, ഹുസൈൻ ഷഫീഖ്, VM അൻവർ സാദിഖ്, സരിത തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ CR ലാസിയ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ MN സീനത്ത് നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് ഓണച്ചന്തയിൽ വിപണനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ ഓണാഘോഷ പരിപാടി ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മെയിൻ ബ്രാഞ്ചിൽ പൂക്കളമൊരുക്കിയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ബാങ്കിന്റെ 9 ബ്രാഞ്ചുകളിലും പൂക്കളമൊരുക്കിയിരുന്നു. മെയിൻ ബ്രാഞ്ച് മാനേജർ PK സിന്ധു, E. രാമചന്ദ്രൻ, C. അബ്ദുൽ ഖാദർ, ജീവനക്കാർ, ഇടപാടുകാർ തുടങ്ങിയവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളത്ത് പ്രവർത്തിക്കുന്ന സദേൺ റോക്ക് കമ്പനിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഓണക്കിറ്റ് വിതരണ ചടങ്ങിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഓട്ടിസം സെന്ററിന്റെ പ്രവർത്തനം കമ്പനി ഏറ്റെടുക്കുന്നതായി ഉടമ പ്രിൻസ് അബ്രഹാം അറിയിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പൈങ്കുളത്ത് പ്രവർത്തിക്കുന്ന സദേൺ റോക്ക് കമ്പനിയുടെ നേതൃത്വത്തിലാണ് 100 കണക്കിന് ആളുകൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമണി തലച്ചിറ നിർവഹിച്ചു. അതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നമുക്ക് നമ്മുടെ എല്ലാ വർഷം കൊണ്ടാടുന്ന ഓണം ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്രമം. നമുക്ക് വയനാട് ദുരന്തം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ കുറവ് വന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് നടത്തുന്നത്.
അതിലേറ്റവും കൂടുതൽ നമ്മൾ വിഷമം ദുരന്തത്തിൻ്റെ വയനാട് ദുരന്തം അതിലേക്കും നമുക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ വെച്ച് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ഓട്ടിസം സെന്ററിന്റെ ഭാവി പ്രവർത്തനങ്ങൾ കമ്പനി ഏറ്റെടുക്കുന്നതായി ഉടമ പ്രിൻസ് എബ്രഹാം അറിയിച്ചു. പരിപാടിയിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ TK വാസുദേവൻ മുഖ്യാതിഥിയായി. പ്രൈസ് കുളമ്പ്, കുര്യച്ചൻ, ടോം തോമസ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മദ്യപിച്ച വാഹനം ഓടിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തി. ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വരുന്നതിന്റെ ഭാഗമായാണ് നടപടി. യാത്രക്കാരിൽ നിന്നും ഉയർന്നുവന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ബസ്സുകളിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുള്ള സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് പറഞ്ഞു. പട്ടാമ്പിയിൽ നടത്തിയ പരിശോധനയിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതും പ്രവർത്തനരഹിതമായ സ്പീഡ് ഗവർണർ ഉപയോഗപ്രദമാക്കാതെയും സർവീസ് നടത്തിയ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരിശോധന സംഘത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ്, ഹരീഷ് മോൻ തുടങ്ങിയവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരിയും സ്പോർട്സ് കൗൺസിൽ അംഗവുമായിരുന്ന KP ജയപ്രകാശിന്റെ നിര്യാണത്തിൽ പാലക്കാട് അസോസിയേഷൻ അനുസ്മരണ യോഗം നടത്തി. അനുശോചന യോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വിയോജിക്കാവുന്ന 90 കാരണങ്ങൾ തമ്മിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല, ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവരല്ല, എല്ലാവരും ഒരേ മതത്തിൽപ്പെട്ടവരല്ല, ഒരേ ജാതിയിൽപ്പെട്ടവരല്ല, ഒരേ സാമ്പത്തിക ചുറ്റുപാടിൽപ്പെട്ടവരല്ല എന്ന് തുടങ്ങി നമുക്ക് വ്യത്യസ്തതയുടെ വിയോജിപ്പിന്റെ എത്ര കാരണങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ടൗൺ യൂണിറ്റ് സെക്രട്ടറി, NSS കുന്നത്തൂർമേട് കരയോഗം ഭാരവാഹി തുടങ്ങി ഒട്ടേറെ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു അന്തരിച്ച KP ജയപ്രകാശ്. സ്പോർട്സ് കൗൺസിലിൻ്റെ സഹകരണത്തോടെ നിരവധി കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിച്ച സംഘാടന മികവ് തെളിയിച്ചിട്ടുണ്ട്. സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്നു. അനുസ്മരണ ചടങ്ങിൽ KHRA ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് റസാഖ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി A മുഹമ്മദ് റാഫി, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ, സെക്രട്ടറി N കൃഷ്ണകുമാർ, വിവിധ സംഘടനാ നേതാക്കളായ ഷിനാജ് റഹ്മാൻ, P ബാലഗോപാലൻ, നിതിൻ കണിച്ചേരി, PV രാജേഷ്, V രാമചന്ദ്രൻ, ഫസൽ റഹ്മാൻ, മുരളി, മുസ്തഫ, കഞ്ചപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയുടെ ഭാഗമായുള്ള ജില്ലാതല അവാർഡ് കരസ്ഥമാക്കി മണ്ണൂർ സ്വദേശിയായ 5ാം ക്ലാസ്സുകാരൻ. മണ്ണൂർ മുളകുപറമ്പ് MCB UP സ്കൂൾ വിദ്യാർത്ഥിയും മണ്ണൂർ കുണ്ടുകാവ് വീട്ടിൽ കിരൺദാസ് അഭിത ദമ്പതികളുടെ മകനുമായ നിരഞ്ജനാണ് ജില്ലാതലത്തിലുള്ള പുരസ്കാരത്തിന് അർഹനായത്. 50 പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. അധ്യാപക കൂട്ടായ്മയിലെ അംഗമായ സജിതയാണ് നിരഞ്ജന്റെ വായനാശീലത്തെക്കുറിച്ച് രേഖകൾ സഹിതം വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയിലേക്ക് സംഘാടകർക്ക് അയച്ചു കൊടുത്തത്. സംസ്ഥാനത്തെ ആകെ 27 പേരാണ് വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയിലേക്ക് അർഹത നേടിയത്. വീട്ടിൽ ലൈബ്രറി സ്ഥാപിക്കാനുള്ള അധ്യാപക കൂട്ടം നൽകിയ 50 പുസ്തകങ്ങൾ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത നിരഞ്ജന വീട്ടിലെത്തി കൈമാറി. നിരഞ്ജന പോലെയുള്ള കുട്ടി വായനയിലൂടെ, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറയെ പുസ്തകങ്ങൾ വായിക്കും എന്നുള്ളതാണ് അധ്യാപകരിൽ നിന്നും അവരുടെ വീട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും വായനയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അധ്യാപക കൂട്ടം പരിപാടിയുടെ ഭാഗമായിട്ട് 27 കുട്ടികൾ, അതായത് സംസ്ഥാനത്ത് 27 കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ 3 കുട്ടികളെയും അതിൽ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ ഒരു കുട്ടിയെയും സെലക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. സർട്ടിഫിക്കറ്റ് പ്രധാന അധ്യാപിക L സവിത നിരഞ്ജന് കൈമാറി. അധ്യാപക കൂട്ടം പ്രതിനിധി MR സജിത പരിപാടി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് P ബാബു, അധ്യാപകരായ PP മുഹമ്മദ് റിയാസ്, K ഹൃദ്യ, K രചന, NR കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപക കൂട്ടം അവാർഡ് നേടിയ നിരഞ്ജനെ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അഭിനന്ദിച്ചു. അധ്യാപക കൂട്ടത്തിന്റെ ഒരു വായനാ ദിനത്തോടനുബന്ധിച്ചാണ് നിരഞ്ജന് ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അതിന് മുൻകൈ എടുത്തത് എൻ്റെ ക്ലാസ് ടീച്ചറായ സൈ ടീച്ചറാണ്. ടീച്ചറോട് അദ്ദേഹത്തിന്
ചെറുപ്പം മുതൽ തന്നെ വായനാശീലമുണ്ട്. പത്രത്തിലാണ് പത്രവായനയാണ് ചെറുതായി തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഓണക്കാലത്ത് വിലക്കയറ്റം ജനങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്നാണ് സർക്കാർ നയമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പറളിയിൽ ആരംഭിച്ച ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് ഉയർന്ന വില നൽകി സാധനങ്ങൾ ഏറ്റെടുത്താണ് കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ പച്ചക്കറി നൽകുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നതിനൊപ്പം വിപണിയിലെ വിലക്കയറ്റം തടയാൻ വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. 14 തീയതി വരെ ഈ കർഷക വിപണന ചന്ത ആരംഭിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഒരു പുത്തൻ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്ത കൈവരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച്, ഭൂമിയുടെ വിസ്തൃതി അനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഏതൊക്കെ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന ചിന്തയിലാണ് കാർഷിക ക്ഷേമ വികസന വകുപ്പ്. കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷഫ്ദർ ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS അജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പകവല്ലി, KK പ്രീത, പാലക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, ആത്മ പ്രോജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നാസർ, കൃഷി ഓഫീസർ R മോഹനരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളപ്പിറവിക്കു ശേഷം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാരെന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ STU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹമീദ്. നാണം കെട്ടവരെ പേറേണ്ട ഇടത് ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും MM ഹമീദ് ആക്ഷേപിച്ചു. LDF സർക്കാരിന് തുടർഭരണം കിട്ടിയിട്ടും ഇടത് ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം പോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് പറയുന്നത് CITU ആണ്. CITUവിൻ്റെ എതിർപ്പ് പോലും അവഗണിച്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കോടികളുടെ അഴിമതി നടക്കുന്നത്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ വിഹിതം പോലും സർക്കാർ വകമാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയാണ് ഇടതു സർക്കാരും പിന്തുടരുന്നതെന്നും MM ഹമീദ് പറഞ്ഞു. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേമനിധിയെ നിലനിർത്താൻ ഞങ്ങൾക്ക് ജീവത്യാഗം സഹിക്കേണ്ടി വരാൻ തയ്യാറാണ് എങ്കിൽ അതിന് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമര രംഗത്തേക്ക് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇറങ്ങേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഓണം അടുത്തു വരികയാണ്. ഇവിടെ തൊഴിലാളികളൊക്കെ അല്പസ്വല്പം ഓണത്തിന് മുമ്പേ കിട്ടുന്ന ചെറിയ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സമരവുമായി നമ്മൾ ഈ രംഗത്ത് വന്നിട്ടുള്ളത്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, ബോണസ് വർദ്ധിപ്പിക്കുക, പൊതുമേഖലയിൽ ശമ്പളവും ആനുകൂല്യവും ഉറപ്പാക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു STU ധർണ. ജില്ലാ പ്രസിഡന്റ് PP മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. KT ഹംസ, ഷംസുദ്ദീൻ തൃത്താല, ഹംസ കരിമ്പ, റഫീഖ്, ഉമ്മർ, മുസ്തഫ, ഖാദർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭിന്നശേഷി കലോത്സവവും ഓണം വിപണനമേളയും തുടരുന്നു. സെപ്റ്റംബർ 14 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തയിനം പരിപാടികളുമായാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി. ആടിയും പാടിയും വിവിധയിനം മത്സരങ്ങളുമായി ഭിന്നശേഷി കലോത്സവം തുടരുന്നു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഓരോ ടീമായാണ് ഓണാഘോഷത്തെ കളറാക്കാൻ ഒപ്പന ഉൾപ്പെടെയുള്ള വിവിധ മത്സരം വേദിയിലെത്തിച്ചത്. ിൽ
നിരവധി ആളുകൾ പരിപാടികൾ ആസ്വദിക്കാനെത്തിയിരുന്നു. ഓരോ മത്സര വിജയികൾക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്മാനവും നൽകും. ഓണം വിപണനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ സംരംഭകർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ വിപണനമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. മേളയിലും ആവശ്യക്കാർ ഏറെയാണ്. ഈ മാസം 14-ന് കലോത്സവവും മേളയും സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്കിറങ്ങി. ബസ്സിലുണ്ടായിരുന്ന 30ഓളം യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം പുലർച്ചെ 2:45 ബ്രേക്ക് നഷ്ടപ്പെട്ടത് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടാൻ ശക്തമായ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുന്നു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തി. മാറ്റങ്ങളുടെ കാലത്തും മാറ്റമില്ലാതെ ഓണത്തിന്റെ ആഘോഷ നിറവ്. നാടെങ്ങും ഓണാവേശം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും ഒരുക്കങ്ങളുടെ തിരക്കിൽ. ഓണവിപണി സജീവം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.